അസാധാരണ സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോകുന്നത്. സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി ബിൽ പാസ്സാകാതെ വന്നതോടെ അമേരിക്ക ഷട്ട്ഡൌണിലേക്ക് കടക്കുകയാണ്. ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ച് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ചർച്ചകൾ നടത്തിയെങ്കിലും ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ ചർച്ചകൾ അലസിപ്പിരിയുകയായിരുന്നു. ഇതോടെ ഷട്ട്ഡൌൺ ഒഴിവാക്കാനാകാതെ വന്നിരിക്കുകയാണ്. നിരവധി ഏജൻസികളെയും അതിലെ ഫെഡറൽ ജീവനക്കാരെയും ബാധിക്കുന്ന തീരുമാനമാണ് US ഭരണകൂടം കൈക്കൊള്ളാൻ പോകുന്നത്. ഫണ്ടിംഗ് ഇല്ലാതാകുന്നത് മൂലം സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുകയും അവശ്യ സേവനങ്ങൾ ഇല്ലാതെയാകുകയും ചെയ്യുന്നതിനെയാണ് ഷട്ട്ഡൌൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. US-ൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒക്ടോബർ 1 മുതൽക്കാണ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാപനങ്ങൾക്ക് അടുത്ത വർഷത്തേക്കുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണം. 438 സർക്കാർ ഏജൻസികൾക്കാണ് ഇത്തരത്തിൽ US കോൺഗ്രസ് ഫണ്ട് അനുവദിക്കേണ്ടത്. ഇതിലാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരെയും പൊതുജനങ്ങളെയും ഷട്ട്ഡൌൺ ബാധിക്കും. 5 ലക്ഷം സർക്കാർ ജീവനക്കാരാണ് ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിക്കേണ്ടി വരിക. സാധാരണയായി ഷട്ട്ഡൌൺ കഴിഞ്ഞാൽ ശമ്പളം ലഭിക്കാറുണ്ട്. ഇതിനിടെ പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്നും ട്രംപ് നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. മുൻഗണനാ പദ്ധതികളിൽ ഇല്ലാത്ത പ്രോഗ്രാമുകളിലെ ജീവനക്കാർക്കാണ് ഈ പിരിച്ചുവിടൽ ഭീഷണി നേരിടേണ്ടി വരിക. വൈറ്റ് ഹൌസ് ഓഫീസിൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ് പുറത്തിറക്കിയ മെമ്മോ പ്രകാരം പിരിച്ചുവിടലുകൾക്ക് തയ്യാറാകാൻ വിവിധ ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. ഷട്ട്ഡൌൺ സമയത്ത് അവശ്യ സേവനങ്ങൾ ഒന്നും ലഭിക്കാതെ ഇരിക്കില്ല. സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ, ഫെഡറൽ നിയമപാലകർ തുടങ്ങിയവർക്കെല്ലാം ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ ഇവർക്ക് ശമ്പളം ലഭിക്കില്ല. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എയർ ട്രാഫിക് കൺട്രോളർമാർ, TSA ഏജന്റുമാർ തുടങ്ങിയവരും ജോലി ചെയ്യും. പക്ഷെ അവർക്കും ശമ്പളം ഉണ്ടാകില്ല. സോഷ്യൽ സെക്യൂരിറ്റി, ചില ആരോഗ്യ സേവനങ്ങൾ എന്നിവയും തടസ്സമില്ലാതെ തന്നെ പോകും. ദേശീയ സ്മാരകങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവയടക്കം അടച്ചിടുക ഷട്ട്ഡൌണിൽ പതിവാണ്. അവയുടെ പരിപാലനവും മറ്റുമെല്ലാം സ്തംഭിക്കും. വിസ, പാസ്പോർട്ട് നടപടികൾ എന്നിവയിൽ കാലതാമസം ഉറപ്പാണ്. ടാക്സ് സേവനങ്ങൾ, ആരോഗ്യ ഗവേഷണ പദ്ധതികൾ, മെഡിക്കെയർ കാർഡുകൾ മാറ്റി നൽകൽ, നിരവധി ജനവിഭാഗങ്ങൾക്കുള്ള സഹായ പരിപാടികൾ എന്നിവയും സ്തംഭിക്കും. ഇതാദ്യമായല്ല US-ൽ ഷട്ട്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ട്രംപിന്റെ ആദ്യ കാലയളവിൽ 34 ദിവസമാണ് ഷട്ട്ഡൌൺ ഉണ്ടായത്. ഏകദേശം 8 ലക്ഷം ഫെഡറൽ ജീവനക്കാരെയാണ് അന്ന് ഷട്ട്ഡൌൺ ബാധിച്ചത്. അതിനു മുൻപ് ഷട്ട്ഡൌൺ ഉണ്ടായത് 2013-ലാണ്. 16 ദിവസമായിരുന്നു അന്ന് ഷട്ട്ഡൌൺ നീണ്ടത്.